നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ എന്താണ് ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൗലികാവകാശങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതുമായിട്ടുള്ള മറ്റൊരു മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം, ദ റൈറ്റ് ടു ഫ്രീഡം. എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം? ദ റൈറ്റ് ടു ലിബർട്ടി, അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് എന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മൗലികാവകാശം ഏതാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശമാണ്. ബാക്ക് ബോൺ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബാക്ക് ബോൺ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശമാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളുടെ അവയുടെ എന്താണ് പ്രയോഗങ്ങളാണ്. നമ്മളുടെ ചിന്തകളുടെ നമ്മളുടെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ എന്താണ് പ്രയോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ പറഞ്ഞു എന്താണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ആർട്ടിക്കിൾ 19 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണ്? പൗരന്മാർക്ക് ലഭ്യമാകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അപ്പോ ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലിക അവകാശം ആർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ? നോക്കുക, എല്ലാവർക്കും ലഭ്യമാകില്ല. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന അവകാശമാണ്, മൗലിക അവകാശമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രകാരം പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പൗരന്മാർക്ക് മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? ഈ പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. 19 സബ് ക്ലോസ് 1 സബ് ക്ലോസ് എ, അങ്ങനെയാണ് ഇത് പറയുന്നത്. സബ് ക്ലോസ് 19 1 സബ് ക്ലോസ് എ എന്ന് പറയുന്നത് എ ബി സി ഡി ഇ തോടെ അങ്ങനെയാണ് ഈ പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 19 1 എ, ആർട്ടിക്കിൾ 19 1 എ ആണ് എന്തെന്ന് പറയുന്നത്? ഒന്നാമത്തെ മൗലിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്താണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ 19 1 എ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കുക, 19 1 ബി എന്ന് പറയുന്നത്. 19 1 ബി എന്ന് പറയുന്നത് സമ്മേളന സ്വാതന്ത്ര്യമാണ്. എന്താണ്? സമ്മേളന സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് അസംബ്ലി. എന്താണ്? ഫ്രീഡം ഓഫ് അസംബ്ലി. ഫ്രീഡം ഓഫ് assemble
മൂന്നാമത്തേത് ആർട്ടിക്കിൾ 19(1)(c) എന്ന് പറയുന്നത് എന്താണ്? സംഘടനാ സ്വാതന്ത്ര്യമാണ്. എന്താണ്? അവർക്ക് ഇഷ്ടമുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(c) പറയുന്നത്. എന്താണ്? ഫ്രീഡം ഓഫ് അസോസിയേഷൻ. നമുക്ക് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? സഞ്ചാര സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് മൂവ്മെന്റിനെ കുറിച്ചാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന 19(1)(d) പറയുന്നത്. ഇനി അപ്പോ 2, 3, 4, ഇനി അഞ്ചാമത്തേത് ആർട്ടിക്കിൾ 19(1)(e) ആണ്. ആർട്ടിക്കിൾ 19(1)(e) ആണ്. ഇത് പറയുന്നത് പാർപ്പിട സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുവാനുള്ള അവകാശങ്ങളെ കുറിച്ച്, പാർപ്പിട സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഫ്രീഡം ഓഫ് റെസിഡൻസ്. എന്താണ്? ഫ്രീഡം ഓഫ് റെസിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രീഡം ഓഫ് റെസിഡൻസ്. ഇനി എന്താണ്? ആർട്ടിക്കിൾ 19(1)(g). ആർട്ടിക്കിൾ 19(1)(g) പറയുന്നത് എന്താണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവക്കുള്ള സ്വാതന്ത്ര്യമാണ്. എന്താണ്? 19(1)(g) പറയുന്നത് തൊഴിൽ, വ്യാപാരം, വ്യവസായം. എന്താണ്? ഫ്രീഡം ഓഫ് ഫ്രീഡം ഓഫ് ലേബർ, അല്ലെങ്കിൽ എന്താണ് വ്യാപാരം, അല്ലെങ്കിൽ എന്താണ് ട്രേഡ്. അതിനെക്കുറിച്ചാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന 19(1)(g) പറയുന്നത്. നമുക്ക് തൊഴിൽ ചെയ്യുന്നതിനായിട്ടുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു വ്യാപാരം, വ്യവസായം എന്നിവ ആരംഭിക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എന്ത് പറയുന്നത്? 19(1)(g) പറയുന്നത്. അപ്പോ നോക്കുക, 19(1)(a) പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. 19(1)(b) പറയുന്നത് എന്താണ്? സമ്മേളന സ്വാതന്ത്ര്യമാണ്. 19(1)(c) പറയുന്നത് എന്താണ്? സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 19(1)(d) പറയുന്നത് എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 19(1)(e) പറയുന്നത് എന്താണ്? പാർപ്പിട സ്വാതന്ത്ര്യത്തെ കുറിച്ചും. 19(1)(g) പറയുന്നത് എന്താണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എന്താണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ ആൻഡ് ട്രേഡ് എന്ന് പറയും. എന്താണ്? ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ ആൻഡ് ട്രേഡ്. വ്യാപാരം, വ്യവസായം അല്ലെങ്കിൽ ട്രേഡ് ഓർ ബിസിനസ് എന്ത് വേണമെങ്കിലും പറയാം. എന്താണ്? ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ ആൻഡ് ട്രേഡ് എന്ന് പറയും. എന്താണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന വകുപ്പിലൂടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അപ്പോ ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒന്ന് മിസ്സിംഗ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം, ഇല്ലേ? നോക്കുക, ABCDE കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? G ആണ്. അപ്പോ എന്താണ്? ഒരു ആർട്ടിക്കിൾ എന്താണ്? മിസ്സിംഗ് ആണ്. അതെന്തായിരിക്കും? ആർട്ടിക്കിൾ 19(1)(f) എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ മിസ്സിംഗ് ആണ്. അതിന് കാരണം എന്താണ്? ഇത് ഇപ്പോൾ നമ്മൾ പഠിക്കാത്തതിന് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ ഇല്ലാത്തതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്തു. ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? അതായത് പ്രോപ്പർട്ടി വാങ്ങുവാൻ, കൈവശം വെക്കുവാൻ, വിൽക്കുവാനൊക്കെ ഉള്ളത് എന്താണ്? പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ് എന്ത് പറഞ്ഞിരുന്നത്? ഈ ആർട്ടിക്കിൾ 19(1)(f) പറഞ്ഞിരുന്നത്. എന്നാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ആർട്ടിക്കിൾ 19(1)(f) എന്ന് പറയുന്ന, അതായത് പ്രോപ്പർട്ടി വാങ്ങുവാൻ, കൈവശം വെക്കുവാൻ, വിൽക്കുവാനൊക്കെ ഉണ്ടായിരുന്ന മൗലിക സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. എന്താണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം
ഈ ആർട്ടിക്കിൾ 19(1)(f) എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്താണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അവ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് എന്താണ് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയുടെ പൗരന് നൽകുന്നു എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ അവ ഓരോന്നും നോക്കുകയാണ്. ആദ്യത്തേത് ആർട്ടിക്കിൾ 19(1)(a) ആണ്. എന്താണ് ആർട്ടിക്കിൾ 19(1)(a)? ആർട്ടിക്കിൾ 19(1)(a) എന്താണ് പറയുന്നത്? അതാ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച്. എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാം. ആർട്ടിക്കിൾ 19(1)(a) പറയുന്നത് ഇതാണ്: ഏതൊരു പൗരനും, ഇമ്പോർട്ടന്റ് ആണ്, ഏതൊരു പൗരനും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 ആർക്ക് മാത്രമേ ലഭിക്കൂ? ഇന്ത്യയുടെ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ഏതൊരു പൗരനും തൻ്റെ അഭിപ്രായങ്ങൾ, എന്താണ് തൻ്റെ അഭിപ്രായങ്ങൾ അഥവാ ഒപ്പീനിയൻസ്, കാഴ്ചപ്പാടുകൾ അഥവാ വ്യൂസ്, വിശ്വാസങ്ങൾ അഥവാ ബിലീഫ്സ്, എന്താണ് ഏതൊരു പൗരനും തൻ്റെ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ എന്നിവ എന്ത് ചെയ്യാൻ കഴിയും? രചനകളിലൂടെയോ അച്ചടി മാധ്യമങ്ങളിലൂടെയോ ഭാഷണത്തിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(a) നൽകുന്നത്. എന്താണ് ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് ചെയ്യാൻ കഴിയും? അവന്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യാൻ കഴിയും? രചനകളിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെ, ഭാഷണത്തിലൂടെ മറ്റേതെങ്കിലും രീതിയിലോ പ്രകടിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങളൊക്കെ എന്ത് ചെയ്യാം? രചനകളിലൂടെ ചെയ്യാം, എഴുത്തിലൂടെ ചെയ്യാം, പിന്നെ എന്താണ് അച്ചടി മാധ്യമങ്ങളിലൂടെ ചെയ്യാം, ഭാഷണത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് പ്രഭാഷണങ്ങളിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും രീതിയിലൂടെയും ചെയ്യാം. എന്താണ് മറ്റേതെങ്കിലും രീതിയിലൂടെയും ചെയ്യാം. അപ്പൊ എന്താണ് നമുക്ക് ബുക്കുകൾ എഴുതാം. ഇവിടെ ഈ അച്ചടി മാധ്യമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? അത് പത്രങ്ങളെയാണ്. എന്താണ് പത്രങ്ങളെ, മാഗസിനുകളെയൊക്കെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഈ അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് ആർട്ടിക്കിൾ 19(1)(a) ആണ്. എന്താണ് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പാണ് എന്താ ആർട്ടിക്കിൾ 19(1)(a). പരോക്ഷമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രത്യക്ഷമായിട്ട് പത്രങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് എങ്ങും തന്നെ പറയുന്നില്ല. പക്ഷെ പരോക്ഷമായി എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 19(1)(a)യിൽ പറയുന്നുണ്ട്. എന്താണ് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് എന്താണ്? പരോക്ഷമായാണ് പ്രതിപാദിക്കുന്നത്. പരോക്ഷമായി പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്. അപ്പോ PSC ചോദിച്ചിട്ടുള്ളതാണ് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വകുപ്പ്, പരോക്ഷമായി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്. അപ്പോ പിന്നെ എന്താണ് ഭാഷണത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാം. മറ്റേതെങ്കിലും രീതിയിലോ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. ഇവിടെയാണ് PSCയുടെ ഒരു ചോദ്യം വരുന്നത്. എന്താണ് ഇന്റർനെറ്റിലൂടെയുള്ള നിങ്ങളുടെ ആശയ പ്രകടനം എന്തിന്റെ പരിധിയിൽ വരും? ഈ മറ്റേതെങ്കിലും രീതിയോ എന്നുള്ളതിന്റെ പരിധിയിൽ വരും. അപ്പോ ഇന്റർനെറ്റിലുള്ള ഒരു പൗരന്റെ ആശയ പ്രകടനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും എന്താണ്? അതിന്റെ ഉത്തരവും ആർട്ടിക്കിൾ 19(1)(a) ആണ്. എന്താണ് സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇന്റർനെറ്റ് എന്നിവയിലുള്ള ആശയപ്രകടനങ്ങൾ ഏത് വകുപ്പിൽ പെടും? അതും ആർട്ടിക്കിൾ
19(1)(a)ന്റെ പരിധിയിൽപ്പെടും. ഇതും എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 19(1)(a)യുടെ പരിധിയിൽപ്പെടും. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. ഇന്ത്യയിൽ ഓരോ പൗരനും അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ എന്നിവ എന്താണ് രചനകളിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെ, ഭാഷണത്തിലൂടെ, മറ്റേതെങ്കിലും രീതിയിലോ എന്ത് ചെയ്യാൻ കഴിയും? പ്രകടിപ്പിക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരോക്ഷമായി പറയുന്നതും ആർട്ടിക്കിൾ 19(1)(a) ആണ്. സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള നമ്മളുടെ ആശയ പ്രകടനങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും എന്താണ്? ആർട്ടിക്കിൾ 19(1)(a) എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ പഠിച്ചു. എന്നാൽ ഇതിനെല്ലാം എന്തുണ്ട്? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നാക്കുണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്തും പറയാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടോ? ഇല്ല. നമുക്ക് വായിലൊരു നാക്കുണ്ട് എന്ന് കരുതിക്കൊണ്ട് എന്താണ് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള അവകാശമൊന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2) സബ് ക്ലോസ് 1, ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് എന്തുണ്ട്? ചില ന്യായമായ നിയന്ത്രണങ്ങൾ ആർക്ക് ചെയ്യാം? ഗവൺമെന്റിന് ചെയ്യാം. എന്താണ്? ചില ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് എന്ത് വിധേയമാണ്? ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് ചില ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻ എന്ന് പറയും. എന്താണ്? റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻ എന്ന് പറയും. എന്താണ്? റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻ അഥവാ ചില ന്യായമായ നിയന്ത്രണങ്ങൾ ഈ പറയുന്ന മൗലിക സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഏർപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ഗവൺമെന്റിന് കഴിയും. അതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ മുകളിൽ ചില ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ഗവൺമെന്റിന് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എന്തുണ്ട്? ചില യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആർക്ക് ഏർപ്പെടുത്താം? ഗവൺമെന്റിനെ ഏർപ്പെടുത്താം. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 ആണ് അത് പറയുന്നത്. യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ പരമാധികാരം അഥവാ സോവർണിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രസ്താവനകളും നടത്തുവാൻ നമുക്ക് എന്തില്ല? അധികാരമില്ല. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന എന്താണ്? രാജ്യത്തിന്റെ പരമാധികാരം, ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ തീരുമാനം എടുക്കാനുള്ള ഇന്ത്യയുടെ അധികാരമാണ്, ഇന്ത്യയുടെ പരമാധികാരമാണ്. ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എവിടെ പറഞ്ഞു? നമ്മളുടെ ഭരണഘടനയുടെ ആമുഖം പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ചതാണ്. ഇന്ത്യയുടെ പരമാധികാരം എന്താണ് എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനകളും നടത്തുവാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തില്ല? അധികാരമില്ല. അപ്പൊ എന്താണ് ഒന്നാമത്തേത്? രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന പ്രസ്താവനകൾ നടത്തുവാനായിട്ട് പൗരന്മാർക്ക് കഴിയില്ല. ഇനി രണ്ടാമത്തേത് നോക്കുക. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. എന്താണ്? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന യാതൊരുവിധ പ്രസ്താവനകളും നടത്തുവാൻ ആർക്ക് കഴിയില്ല? ഇന്ത്യൻ പൗരന്മാർക്ക് കഴിയില്ല. നിങ്ങൾക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? രാജ്യത്തിന്റെ ഐക്യത്തെ, അഖണ്ഡതയെ ബാധിക്കുന്ന പ്രസ്താവനകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നടത്തുവാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ നോക്കുക. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന സുരക്ഷ, രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നടത്തുവാൻ പാടുള്ളതല്ല. നാലാമത്തേത് കോടതിയലക്ഷ്യ പ്രസ്താവനകൾ. എന്താണ്? കോടതിയലക്ഷ്യ പ്രസ്താവനകൾ അഥവാ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. എന്താണ്? കോടതി വിധിക്കെതിരായിട്ട് അല്ലെങ്കിൽ
കോടതിയുടെ എന്താണ് വിധി പ്രസ്താവനകൾക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കാൻ കഴിയില്ല. അത് എന്തായി മാറും? അത് ഒരു കോടതിയലക്ഷ്യ നടപടിയായി മാറും. അപ്പോ കോടതിയലക്ഷ്യ പ്രസ്താവനകൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്തുവാൻ പാടുള്ളതല്ല. അഥവാ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ എന്താണ് ഇന്ത്യയിൽ ഒരു പൗരൻ നടത്തുവാൻ പാടുള്ളതല്ല. ഇനി അഞ്ചാമത്തേത് നോക്കുക. അഞ്ചാമത്തേത് കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രസ്താവനകൾ പാടില്ല. എന്താണ് പറയുന്നത്? കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രസ്താവനകൾ പാടില്ല. അതായത് ഒരാൾക്കെതിരെ ഒരു കുറ്റം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുവാനോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പ്രഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, അധികാരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒരു ആക്രമണത്തിന് വഴിതിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്തുവാൻ പാടുള്ളതല്ല. ഇനി ആറാമത്തേത് നോക്കുക. മാനഹാനി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ പാടില്ല. എന്താണ് ആറാമത്തേത്? മാനഹാനി അഥവാ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സ്. അതായത് മാനഹാനിക്ക് കാരണമാകുന്ന, മറ്റൊരാൾക്ക് മാനഹാനി ഉണ്ടാക്കുന്ന യാതൊരു പ്രസ്താവനകളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്തുവാനായിട്ട് പാടുള്ളതല്ല. ഏഴാമത്തേത് നോക്കുക. പൊതുനിയമം പബ്ലിക് ലോ, പൊതുസമാധാനം അഥവാ പബ്ലിക് പീസ്, പബ്ലിക് ലോ ആൻഡ് പബ്ലിക് പീസ് ഇവയെ ബാധിക്കുന്ന പ്രസ്താവനകളൊന്നും എന്ത് ചെയ്യില്ല, അനുവദനീയമല്ല. ഇവയെ ബാധിക്കുന്ന ഒരു പ്രസ്താവനകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ ഒന്നാമത്തെ എന്താണ്? രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കോടതിയലക്ഷ്യ പ്രസ്താവനകൾ അഥവാ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അനുവദനീയമല്ല. മാത്രമല്ല കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രസ്താവനകൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്തുവാൻ പാടുള്ളതല്ല. മറ്റൊരാൾക്ക് മാനഹാനി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്തുവാൻ പാടുള്ളതല്ല. പൊതുനിയമം, പൊതുസമാധാനം എന്നിവയെ ലംഘിക്കുന്ന പ്രസ്താവനകളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പൗരനും നടത്തുവാൻ പാടുള്ളതല്ല. ഏറ്റവും അവസാനത്തേത്, എട്ടാമത്തേത്, ഇന്ത്യൻ ശിക്ഷാ നിയമം 124A. എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം 124A പ്രകാരമുള്ള രാജ്യദ്രോഹം അഥവാ സെഡിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ്? രാജ്യദ്രോഹം അഥവാ സെഡിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇന്ത്യൻ ശിക്ഷാ നിയമം 124A പ്രകാരമുള്ള രാജ്യദ്രോഹ പ്രസ്താവനകളും എന്താണ്, നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുകയില്ല. അപ്പോ ഈ രാജ്യദ്രോഹ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. ഈ രാജ്യദ്രോഹ നിയമം എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു നിയമം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യദ്രോഹ കുറ്റം ഇന്ത്യൻ നിയമങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു, ഈ നിയമം എന്ത് ചെയ്യണം, ഈ രാജ്യദ്രോഹ നിയമം എന്നുള്ളത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ എന്താണ്, ഒരുപാട് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഈ പറയുന്ന ആർട്ടിക്കിൾ 124A എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റിയില്ല. ഇന്ത്യയിലുള്ള എല്ലാ ഭരണാധികാരികൾക്കും എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് ഈ രാജ്യദ്രോഹ നിയമം അല്ലെങ്കിൽ 124A എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിങ്ങൾക്ക് രാജ്യദ്രോഹ നിയമം അനുവദനീയമല്ല, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. മനസ്സിലാക്കണം, നിങ്ങൾക്ക് രാജ്യദ്രോഹ പ്രസ്താവനകൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ പറയുന്ന നിയമത്തെ നമ്മൾ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഇതവർക്ക് വളരെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമമാണ്. കാരണം ഒരു ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ അതെന്താണ്, രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അറസ്റ്റ് ചെയ്യുവാൻ കഴിയും. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഏറ്റവും ഫേവററ്റ് നിയമമായിരുന്നു ഈ പറയുന്ന IPC 124A എന്ന് പറയുന്നത്. എന്താണ്, ഇന്ദിരാഗാന്ധിക്കെതിരെ സംസാരിക്കുന്നവരെ എല്ലാം തുറങ്കിലടക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന 124A എന്ന് പറയുന്നത്. പക്ഷേ ഈ 124A കൊണ്ടുവന്ന രാജ്യം നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ ആണെന്ന് പറഞ്ഞു. ബ്രിട്ടൻ എന്ത് ചെയ്തു, ഈ നിയമം പിന്നീട് പിൻവലിച്ചു. അത് പിൻവലിക്കാൻ ബ്രിട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ നിയമം ഞങ്ങളുടെ ഭരണഘടനയിൽ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് പല ആളുകളും
അതൊരു അവസരമായി കണക്കാക്കി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ഈ 124 അല്ലെങ്കിൽ ഞങ്ങളുടെ ശിക്ഷാ നിയമത്തിൽ നിന്ന് ഈ 124A ഒഴിവാക്കുന്നത് എന്നാണ് ബ്രിട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഭരണാധികാരികൾക്ക് വളരെ ഇഷ്ടമുള്ള നിയമമാണ്. കാരണം എന്താണ്, അവരെ വിമർശിക്കുന്നവരെ ഇതിന്റെ പരിധിയിൽപ്പെടുത്തി എന്ത് ചെയ്യാൻ കഴിയും, അറസ്റ്റ് ചെയ്യാൻ കഴിയും. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതിന്റെ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ഏകദേശം 100 പേരെ ഈ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലാകെ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് വെറും 3 പേരാണ്. അതായത് ബാക്കി 97 പേരെയും എന്താണ് വെറുതെ അറസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ വെറും 3 പേരാണ്. 100 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ വെറും 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾക്ക് എന്താണ് ഈ നിയമം വളരെ ഇഷ്ടമുള്ള നിയമമായിട്ട് മാറുന്നത്. പക്ഷെ എന്താണ്, ഈ നിയമം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ എന്താണ്, നിങ്ങളെ കുറച്ചു കാലത്തേക്ക് ജയിലിൽ പിടിച്ചിടുവാനൊക്കെ ഭരണകൂടങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരം നിയമങ്ങൾ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ എന്താണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ശിക്ഷാ നിയമം 124A പ്രകാരമുള്ള എന്താണ് രാജ്യദ്രോഹവും നിങ്ങൾക്ക് അനുവദനീയമല്ല. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്നത് ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരോക്ഷമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ പത്ര മാധ്യമങ്ങൾക്ക് എന്താണ് എഡിറ്റിംഗ് ഏർപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഇന്ത്യയിലെ ഗവൺമെന്റിന് കഴിയുമോ? ഇല്ല എന്നാണ് ബെന്നറ്റ് കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് പറയുന്നത്. എന്താണ് ബെന്നറ്റ് കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് പ്രകാരം പത്രമാധ്യമങ്ങൾക്ക് എഡിറ്റിംഗ് ഏർപ്പെടുത്തുവാൻ ആർക്ക് കഴിയില്ല, ഗവൺമെന്റിന് കഴിയില്ല എന്ന സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. എന്താണ്, പത്രമാധ്യമങ്ങൾക്ക് എഡിറ്റിംഗ് ഏർപ്പെടുത്തുവാൻ ഗവൺമെന്റിന് സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞ കേസാണ് എന്തെന്ന് പറയുന്നത്, ഈ ബെന്നറ്റ് കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. 1973 ഇന്ദിരാഗാന്ധി ഒരു ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്ട്, പത്രമാധ്യമങ്ങളെ നിയന്ത്രിക്കുവാൻ ഒരു നിയമം കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അത് നിങ്ങൾക്ക് ചെയ്യുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പ്രസ്താവിച്ച വിധിയാണ് ഈ പറയുന്ന ബെന്നറ്റ് കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ വിധി പറയുന്നത് പത്രമാധ്യമങ്ങൾക്ക് എഡിറ്റിംഗ് ഏർപ്പെടുത്തുവാൻ ആർക്ക് അധികാരമില്ല, ഗവൺമെന്റിന് അധികാരമില്ല എന്നാണ്. അപ്പോ 19(1)A എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചു. പിന്നെ നമ്മൾ അതിന്റെ ചില യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അഥവാ റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷനും നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മൗലിക സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് 19(1)B എന്ന് പറയുന്നത്. 19(1)B എന്ന് പറയുന്നത് സമ്മേളന സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം ഓഫ് അസംബ്ലി. ഫ്രീഡം ഓഫ് അസംബ്ലി അഥവാ സമ്മേളന സ്വാതന്ത്ര്യമാണ്. എല്ലാ പൗരന്മാർക്കും എല്ലാ പൗരന്മാർക്കും ആയുധരഹിതമായും ആയുധരഹിതമായും സമാധാനപരമായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. എല്ലാ പൗരന്മാർക്കും ആയുധരഹിതമായിട്ടും സമാധാനപരമായിട്ടും സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)B പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സമാധാനപരമായും ആയുധരഹിതപരമായിട്ടും സമ്മേളിക്കുന്നതിനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇത് പ്രകാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന റാലികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, പിന്നെ ഘോഷയാത്രകൾ, ഇവയെല്ലാം എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? ഈ ആർട്ടിക്കിൾ 1(B)യുടെ പരിധിയിലാണ് പറയുന്നത്. പ്രതിഷേധ പ്രകടനങ്ങൾ, റാലികൾ, പിന്നെ ഘോഷയാത്രകൾ, ഇവയെല്ലാം എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന ആർട്ടിക്കിൾ 19(1)B)യുടെ പരിധിയിൽ വരും. അതായത് സമ്മേളന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരും. എന്തൊക്കെയാണ്? റാലികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന് മാത്രമല്ല, പ്രകടനങ്ങൾ എന്തുമായിക്കോട്ടെ അതെല്ലാം റാലികൾ, പ്രകടനങ്ങൾ, പിന്നെ ഘോഷയാത്രകൾ,
ഘോഷയാത്രകൾ ഇവയെല്ലാം എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന ആർട്ടിക്കിൾ 19(1)(b)യുടെ പരിധിയിൽ വരും. 19(1)(b) പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എന്താണ്? സമാധാനപരമായും ആയുധപരമായിട്ടും സമാധാനപരമായിട്ടും ആയുധരഹിതമായിട്ടും എന്താണ്? സമ്മേളിക്കുന്നതിനുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ പറയുന്ന സമ്മേളിക്കുന്നതിനുള്ള അവകാശങ്ങൾക്കും എന്തുണ്ട്? ഒരു യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(3)ലാണ്. എന്താണ്? യുക്തിസഹമായ നിയന്ത്രണങ്ങൾ. യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻ എന്ന് പറയും. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 3ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന സമ്മേളന സ്വാതന്ത്ര്യത്തിനുള്ള എന്തിനെ കുറിച്ച് പറയുന്നത്? ചില റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രകടനം നടത്തുവാൻ, പ്രതിഷേധ പ്രകടനം നടത്തുവാൻ, റാലികൾ നടത്തുവാനൊക്കെയുള്ള അവകാശമുണ്ട്. എന്നാൽ എന്തില്ല? ഈ ആർട്ടിക്കിൾ പ്രകാരം നിങ്ങൾക്ക് സമരം ചെയ്യുന്നതിനായിട്ടുള്ള അവകാശമില്ല. എന്താണ്? സമരം ചെയ്യുന്നതിനായിട്ടുള്ള അവകാശം ഇല്ല. സമരം ചെയ്യുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ അല്ലെങ്കിൽ സമരം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 19(1)(b)യുടെ പരിധിയിൽ വരില്ല. റൈറ്റ് ടു സ്ട്രൈക്ക് എന്നുള്ളത് എന്താണ്? ഇതിന്റെ പരിധിയിൽ വരില്ല. റൈറ്റ് ടു സ്ട്രൈക്ക് അഥവാ സമരം ചെയ്യുന്നതിനായിട്ടുള്ള അവകാശം എന്നുള്ളത് എന്താണ്? ഈ ആർട്ടിക്കിൾ 19(1)(b)യുടെ പരിധിയിൽ വരുന്നില്ല. പിന്നെ രണ്ടാമത്തേത് എന്താണ്? പ്രധാനപ്പെട്ട നിയന്ത്രണം. നിങ്ങൾക്ക് എന്താണ്? ആയുധങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടോ ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഉള്ള എന്ത് ചെയ്യാൻ കഴിയില്ല? സമ്മേളനങ്ങൾ അനുവദനീയമല്ല. എന്താണ്? ആയുധ പ്രദർശനം, ആയുധം ഉപയോഗിച്ചുള്ള ഭീഷണി, എന്താണ്? അനുവദനീയമല്ല. എന്താണ്? സമരം ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവകാശമില്ല. പിന്നെന്താണ്? ആയുധ പ്രദർശനമോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്താണ്? സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് എന്തില്ല? നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ ഇന്ത്യയിലെ സിഖ് മത വിഭാഗങ്ങൾക്ക് അവരുടെ മത ആചാരങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം? കൃപാൺ എന്ന് പറയുന്ന അവരുടെ ഒരു കത്തി പോലെയുള്ള ഒരു ആയുധം ധരിക്കുന്നതിനായിട്ട് എന്തുണ്ട്? അവകാശമുണ്ട്. അത് അവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്ക് മാത്രമാണ് എന്താണ്? അത് പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള അധികാരം ഇന്ത്യയിൽ ആകെ ഉള്ളൂ. മറ്റാർക്കും തന്നെ എന്തില്ല? ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള അധികാരമില്ല. സിഖ് സമൂഹത്തിന് മാത്രമാണ് അതുള്ളത്. അതെന്താണ്? അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ട് നടക്കുന്ന ഒരു ആയുധമാണ് എന്തെന്ന് പറയുന്നത്? കൃപാൺ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ്? മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്താണ്? സമരം ചെയ്യുന്നതിനുള്ള അവകാശമില്ല, ആയുധ പ്രദർശനത്തിനുള്ള അവകാശമില്ല. മാത്രമല്ല CRPC 144 പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? നിരോധനാജ്ഞ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിരോധനാജ്ഞ. ഒരു ക്രമസമാധാനം തകരുകയാണ് എന്ന് തോന്നുന്ന പക്ഷം എന്താണ്? നിങ്ങൾക്ക് സംഘടിക്കുന്നതിനുള്ള അവകാശങ്ങൾ റദ്ദു ചെയ്യുവാൻ മജിസ്ട്രേറ്റിന് സാധിക്കും. എന്താണ്? 144 പ്രകാരം നിരോധനാജ്ഞ. ആരാണ്? മജിസ്ട്രേറ്റ് ആണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഈ നിരോധനാജ്ഞ വഴി എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ഈ സമ്മേളന സ്വാതന്ത്ര്യത്തെ തടയുവാൻ ആർക്ക് കഴിയും? ഗവൺമെന്റിന് സാധിക്കും. എന്താണ്? നിരോധന CRPC 144 പ്രകാരം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന പക്ഷം എന്താണ്? മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് സമ്മേളിക്കുവാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയുവാൻ ആർക്ക് കഴിയും? ഗവൺമെന്റിന് കഴിയും. ഇതെല്ലാം എന്താണ്? ചില യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ്. ഇത്തരം നിയന്ത്രണങ്ങൾ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോ ആർട്ടിക്കിൾ 19(1)(b) പറയുന്നത് സമ്മേളന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? ആയുധരഹിതമായിട്ടും സമാധാനപരമായിട്ടും സമ്മേളിക്കുന്നതിനായിട്ടുള്ള അവകാശമുണ്ട്.
റാലികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, ഘോഷയാത്രകൾ ഇവയെല്ലാം തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾ 19(1)(b)യുടെ അധികാര പരിധിയിൽ വരും. ആർട്ടിക്കിൾ 19(3) പ്രകാരം എന്താണ്? യുക്തിസഹമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ എന്തിനുണ്ട്? ഈ സമ്മേളന സ്വാതന്ത്ര്യത്തിനുണ്ട്. ഒന്നാമത്തേത് എന്താണ്? സമരം ചെയ്യുന്നതിന് അവകാശമില്ല. നിങ്ങൾക്ക് എന്താണ്? റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന 19(1)(b)യുടെ പരിധിയിൽ വരില്ല. നിങ്ങൾക്ക് സമരം ചെയ്യുന്നതിനുള്ള അവകാശം ഈ സമ്മേളന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല. രണ്ടാമത്തെ എന്താണ്? ആയുധ പ്രദർശനം നടത്തുവാനോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുവാനോ എന്താണ്? സമ്മേളിക്കുവാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ എന്താണ്? ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന വർഷം എന്താണ്? CRPC 144 പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ്? നിങ്ങളുടെ ഈ സമ്മേളന സ്വാതന്ത്ര്യത്തെ തടയുവാനും ആർക്ക് കഴിയും? ഗവൺമെന്റിന് കഴിയും. ഇതെല്ലാം എന്താണ്? ചില യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ്? 2 മൗലിക എന്താണ് സ്വാതന്ത്ര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തേത് എന്താണ്? നമ്മളുടെ എക്സ്പ്രഷൻ ആണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ എന്താണ്? അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ എന്താണ്? ആശയ പ്രകടനമാണ്. രണ്ടാമത്തേത് എന്താണ്? സമ്മേളന സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് അസംബ്ലിയാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ്? ബാക്കി ഭാഗങ്ങളുമായിട്ട് എന്താണ്? ബാക്കി ഫ്രീഡങ്ങളുമായിട്ട് മൗലിക സ്വാതന്ത്ര്യങ്ങളുമായിട്ട് എന്താണ്? നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.